ഇപ്പം അനുമോൾ ആര്യനെ കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. വയസ്സിന് മൂത്തയാളെ പ്രേമിക്കാൻ നടക്കുന്നു, നീ പാൽക്കുപ്പിയാണ്, എനിക്കിഷ്ടം നല്ല ആണത്തമുള്ള ആണുങ്ങളെയാണെന്നൊക്കെ. ഈ പ്രതികരണങ്ങളോടൊക്കെ ആര്യൻ എന്താണ് പറയാനുള്ളത്? അതാ പറഞ്ഞ അനുമോളുടെ ഗെയിമാണ്. അനുമോൾ ഇങ്ങനെ പോലത്തെ ഈ പറഞ്ഞ ഇങ്ങനെ പോലത്തെ വാക്കുകൾ കുറെ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈ പാൽക്കുപ്പിയാണ് നീ, ഇങ്ങനെയാണ് നീ, അങ്ങനെയാണ് നീ. പക്ഷെ നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും, ഞാനും അനുമോൾ തമ്മിൽ നല്ല റാപ്പോസ് പോയിട്ടുണ്ട് അകത്ത് നിന്ന്. ലൈക്ക് നല്ല ടാസ്ക് ഒരുമിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ കയറ് പിടിച്ച ടാസ്ക് ആയാലും ആ സമയത്ത് അവൾക്ക് പാൽക്കുപ്പി തോന്നിയില്ല. ആ സമയത്ത് വേണമെങ്കിൽ എന്നെ ഇഗ്നോർ അടിക്കായിരുന്നല്ലോ, വേണ്ട ചെയ്യില്ല, ആര്യനെ വേണ്ട, പാൽക്കുപ്പി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ പറഞ്ഞ വാക്കുകൾ ട്രിഗർ ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന വാക്കുകളാണ്. പാൽക്കുപ്പി, പിന്നെ ഈ പറഞ്ഞ ബാക്കിയെല്ലാ വാക്ക് എനിക്കതിൽ ഞാൻ പേഴ്സണലി ഒഫൻസ് എടുക്കാറില്ല ഇങ്ങനെ പോലത്തെ കാര്യങ്ങൾ. അപ്പോൾ സോ ഐ എം ഓക്കെ വട്ട് എവർ ഷീ കോൾസ് മീ, ഓർ ഐ എം എ യങ്ങർ പേഴ്സൺ എന്ന് പറഞ്ഞില്ലേ. ഞാനൊരു ഒരു കുട്ടിയാണ്, എങ്ങനെ പ്രേമിക്കാൻ പറ്റും? ഞാൻ ആ ഷോയിൽ പ്രേമിക്കാനൊന്നുമല്ല പോയത്. ഞാൻ ആ ഷോയുടെ വിന്നറാൻ വേണ്ടിയാണ് പോയത്. എല്ലാം ടാസ്ക് ചെയ്യാനും ആക്റ്റീവായിട്ട് നിൽക്കാനും എൻ്റെ പരമാവധി 100% കൊടുക്കാനും. ഞാനൊരു ആക്ടറാണ്, ഞാനൊരു സിനിമ പ്രാന്തനാണ്. എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് എൻ്റെ മെയിൻ പ്ലാൻ. അപ്പോൾ അതല്ലാത്ത ഈ ഒരു പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ കുറച്ചും കൂടി ഒരു ആൾക്കാർ എന്നെ അറിയും, ഇല്ലെങ്കിൽ എൻ്റെ അഭിനയം എനിക്ക് പുറത്ത് കാണിക്കാൻ പറ്റുന്ന ആ ഒരു മോട്ടീവിലാണ് പോയത്. പ്രേമിക്കാൻ വേണ്ടി ഒന്നല്ല. പക്ഷെ നമ്മൾ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ ചില ബോണ്ട്സ് നാച്ചുറലി ഉണ്ടാവും. ലൈക്ക് ഇഫ് യു ലൈക്ക് സം പീപ്പിൾ ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ഹാപ്പൻ. എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ആയാലും അപ്പാണി ആയാലും അക്ബർ ആയാലും ഇതെല്ലാം നാച്ചുറലി ഉണ്ടായ ബോണ്ട്സ് ആണ്. വിത്ത് ജിസേൽ ആസ് വെൽ. ജിസേൽ എനിക്കൊരു സ്പെഷ്യൽ മെമ്പർ ആയിരുന്നു ഈ വീട്ടിൽ. ഫുഡിൻ്റെ കാര്യത്തിലായാലും സംസാരത്തിൻ്റെ കാര്യമായാലും ഷി വാസ് ഓൾവേസ് വിത്ത് മീ. സോ ഐ ഫീൽ അങ്ങനെ വയസ്സ് നോക്കിയിട്ടല്ല നമ്മൾ ഒരാളെ ചൂസ് ചെയ്യുന്നത്. അമ്മ വന്നതിന് ശേഷം ഗെയിം ചേഞ്ചിന് വേണ്ടി ആരും ശ്രമിച്ചതായിട്ട് തോന്നി, അതുവരെയുള്ള ഒരു അടുപ്പം കാണിക്കാത്തതുപോലെ തോന്നി, അങ്ങനെ തന്നെയായിരുന്നോ? ഗെയിം ചേഞ്ച് പറയില്ല ഞാൻ. എവിടെയോ ആൾക്കാർ ഈ പറഞ്ഞ പോലെ എടാ മലയാളം പ്രേക്ഷകർ ഇത് അക്സെപ്റ്റ് ചെയ്യില്ല, മലയാളം പ്രേക്ഷകർ ഇത് അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ബാഡ് അടിക്കും, അങ്ങനെ ചെയ്യരുത്. ആ വീട്ടിൽ ഉള്ളിൽ തന്നെ എല്ലാവരും പറയാൻ തുടങ്ങി. എടാ ഇത് മറ്റേ ഈ പറഞ്ഞ പോലെ എന്താ പറയണ്ട ആ ഒരു വാക്കുണ്ടായിരുന്നു, നാട്ടിൽ എന്തോ ഒരു കുളസ്ത്രീ, അങ്ങനെ എന്തോ ഒരു വാക്കൊക്കെ എന്തൊക്കെ യൂസ് ചെയ്തിരുന്നു. ഈ ഷോ കാണുന്ന കുടുംബ പ്രേക്ഷകരോ ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാർ നിന്നെ അക്സെപ്റ്റ് ചെയ്യില്ലടാ, എങ്ങനെ നീ കിടക്കാൻ പറ്റും പെൺകുട്ടികളുടെ സൈഡിൽ? ഞാൻ പറയടാ, ഞാൻ പെൺകുട്ടി ആൺകുട്ടി തമ്മിൽ അങ്ങനെ വ്യത്യാസമായിട്ടൊന്നും കണ്ടിട്ടൊന്നുമില്ല, എല്ലാം എൻ്റെ ഫ്രണ്ട്സാണ് ഇവിടെ. അപ്പോൾ ആരുടെ കൂടെ കിടക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. പക്ഷെ അവരെല്ലാവരും പറഞ്ഞപ്പോഴേ നീ എൻ്റെ അഭിപ്രായത്തിൽ നീ അവിടെ കിടന്നു പറഞ്ഞപ്പോൾ ഞാൻ ശരി, എൻ്റെ ഫ്രണ്ട്സ് അല്ലേ പറയണത്, അവർക്ക് കൂടുതൽ അറിയാം ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ആ സൈഡിൽ പോയി കിടന്നോളാം, അത്രേ ഉള്ളൂ. അത് മാത്രമേ ഉണ്ടായുള്ളൂ ഇഷ്യൂ. അങ്ങനെ ഗെയിം ചേഞ്ചോ ഗെയിം പ്ലാനോ അല്ലെങ്കിൽ ഗെയിം സ്ട്രാറ്റജി ആയിട്ടൊന്നും ഞാൻ കരുതിയിട്ടുമില്ല ഈ വീട്ടിൽ. ശരി. ഇപ്പോൾ പി ആറുമായി ബന്ധപ്പെട്ട്, അത് പ്രത്യേകിച്ച് മാരിന്റെ പി ആറുമായി ബന്ധപ്പെട്ട് ശോഭയ്ക്കെതിരെ വലിയ സൈബർ അറ്റാക്ക് ഉണ്ട്, അതറിഞ്ഞായിരുന്നു? ഈ പറഞ്ഞ പോലെ ഈ വീട്ടിൽ എത്ര പേർക്ക് പി ആർ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഓക്കെ, എനിക്ക് എൻ്റെ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയ പൂജിത ആയാലും അരുൺ സണ്ണി ആയാലും പിന്നെ നമ്മുടെ ജാങ്കോ സ്പേസിൻ്റെ ചേട്ടനായാലും ഇവരെനിക്ക് വേണ്ടി ഫാമിലി പോലെ അവിടെ നിന്നിട്ടുണ്ട്. എനിക്ക് വേണ്ടി പിക്ചേഴ്സ് പോസ്റ്റ് ചെയ്യാൻ, എനിക്ക് വേണ്ടി പോകുന്ന വഴിക്ക് ആൾക്കാരെ ബസ്സിൽ പോയിട്ട് ആര്യന് വേണ്ടി വോട്ട് ചെയ്യണം, അങ്ങനെ പോലത്തെ ഒരു ഈ പറയുമ്പോൾ നമ്മൾ ഒരു ഫ്രണ്ട്ഷിപ്പ് യൂസ് ചെയ്താണ് ഈ പി ആർ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആര്യന് വേണ്ടി വോട്ട് ചെയ്യും, നല്ല കണ്ടസ്റ്റൻ്റ് അല്ലേ, അങ്ങനെ വേർഡ് ഓഫ് മൗത്ത് സ്പ്രെഡ് ചെയ്ത് നല്ല ആക്ടേഴ്സ് വഴി എൻ്റെ പിക്ചേഴ്സ് പോസ്റ്റ് ചെയ്യിപ്പിച്ചാണ് എൻ്റെ പി ആർ നടന്നിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു വേറെ സൈഡ് ഉണ്ട്. ഈ പറഞ്ഞ ആൾക്കാർ ചില വോട്ട്സ് വാങ്ങിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അത് സത്യമാണോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഞാൻ കേട്ട കാര്യമാണ്. അപ്പോൾ ആ സൈഡ് ഓഫ് പി ആർ ഉണ്ടെങ്കിൽ ആ പി ആർ എൻ്റെ അഭിപ്രായത്തിൽ ഉണ്ടാവരുത്. എല്ലാം ഈ പറഞ്ഞ പോലെ റോ ആൾക്കാർ ഈ ഷോയിൽ വന്നിട്ട് ആൾക്കാരുടെ സ്നേഹം ഗെയിൻ ചെയ്തിട്ട് they should win the show like that. That's what I feel. So ശോഭ പറയുന്നത് that ആര്യന് സത്യം പറഞ്ഞാൽ പി ആർ ഉണ്ടായിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ പി ആർ ഇല്ല. I have public relation എന്ന് പറയുമ്പോൾ I have a relation with the public audience. When I'm posting pictures, communicating with the audience, fan groups ഉണ്ടായിട്ടുണ്ട് എനിക്ക്. അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് പൂജിത, അരുൺ സണ്ണി എല്ലാവരും ഉണ്ടായിട്ടുണ്ട്, ജാങ്കോ സ്പേസിൻ്റെ ചേട്ടനൊക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവരെൻ്റെ കൂടെ എപ്പോഴും നിൽക്കും. They are with me for past 7 to 8 years now. അവരെൻ്റെ കോർ ടീമാണ്. അപ്പോൾ അതല്ലാത്ത എൻ്റെ കയ്യിൽ ഈ വോട്ട്സ് വാങ്ങിക്കാനോ വോട്ട്സ് മറയ്ക്കാനോ അങ്ങനെയൊന്നും എനിക്ക് അറിയില്ല ഈ കാര്യങ്ങളൊക്കെ. ഐ എം ജസ്റ്റ് ക്ലൂലെസ്. So Shobha is being speaking speaking correctly when she's saying എനിക്ക് പി ആർ ഇല്ല, അത് കാരണം ഞാൻ ജയിച്ചില്ല. അത് 100% കറക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അത്ര എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ ശോഭ. ശരി. ആര്യൻ, ഈ അനുമോളെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ കണ്ടന്റൊക്കെ ഡെവലപ്മെന്റ് ആകുന്നത്. ഇപ്പോൾ ചോദിക്കാൻ കാരണം കഴിഞ്ഞ ദിവസം ഉണ്ടായ ഇഷ്യൂ ആര്യൻ അറിയാമല്ലോ, നൂറ ആദില അനുമോൾ കോംബോ ഒക്കെ തല്ലി പിരിഞ്ഞ സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ മൊത്തം വീട് അനുമോൾ കാരണം പോണത്. എല്ലാവർക്കും എല്ലാവരുടെയായ ഒരു ഡ്രാമ ഉണ്ട് ഈ വീട്ടിൽ. ഇപ്പം ഞാനുള്ള സമയത്തും
അനുമോൾ എനിക്ക് കണ്ടന്റ് കൊടുക്കാൻ വേണ്ടി വന്നോ അല്ലെങ്കിൽ ഞാൻ അവിടെ പോകണമെന്ന് അങ്ങനെ ഉണ്ടായില്ല. നാച്ചുറലി നമ്മൾ ജീവിച്ചു പോകുമ്പോൾ ചില സാധനങ്ങൾ, ചില കോമഡിയോ ചില ദേഷ്യങ്ങളൊക്കെ അത് ഓട്ടോമാറ്റിക്കലി വരും. ഞാൻ അങ്ങനെ പോലത്തെ ഒരാളാണ്. ഇപ്പോൾ ഈ വീട്ടിൽ ഞാൻ 85 ഡേയ്സ് ഉണ്ടായിരുന്നു. ഈ 85 ഡേയ്സിൽ ഞാൻ എന്തോ ഉണ്ടാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയോ ഞാൻ ഒന്നും പോയിട്ടില്ല. ഞാൻ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു. ആ എക്സിസ്റ്റൻസിൽ ആ സമയത്ത് എന്തോ തോന്നുന്നു അത് ഞാൻ പറയുന്നു. അങ്ങനെയാണ് അനുമോളും. അപ്പോൾ അനുമോൾ അങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി അല്ല എക്സ്ട്രാ പോണത്. അവൾ ജീവിക്കുകയാണ്. അവൾ കുറച്ച് ഓവർ ഡ്രാമയുള്ള കുട്ടിയാണ്. അപ്പോൾ ഓവർ ഡ്രാമയുള്ള കുട്ടിയാകുമ്പോൾ ഓവറായിട്ട് കുറച്ച് ഈ പറഞ്ഞ പോലെ ഇഷ്യൂസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അത്രേ ഉള്ളൂ. ശരി, അവിടുത്തെ ഒരു ഗ്രൂപ്പിസം, അതിനെക്കുറിച്ച് ആരും എന്താ പറയുന്നത്? ഗ്രൂപ്പിസം ഷോയ്ക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ആണോ? ഈ ഗ്രൂപ്പിസം എന്ന് പറഞ്ഞ വാക്ക് ഞങ്ങളത് ഉണ്ടാക്കിയ വാക്കൊന്നുമല്ല. നമ്മുടെ കിച്ചൺ ടീം, വാഷ്റൂം ടീം, ഫ്ലോർ ടീമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അവിടെ വരാൻ പോണത് ഗ്രൂപ്പല്ലേ. എന്നെ ഒറ്റയ്ക്കല്ലല്ലോ കിച്ചൺ ടീമിലിട്ടത്, എന്നെ 3-4 പേര് ഒരുമിച്ചല്ലേ ഒരു ടീമിലിട്ടത്. അപ്പോൾ ആ ടീം ആകുമ്പോൾ ആ ടീം എന്താണ്? ആ ടീം ഒരു ഗ്രൂപ്പല്ലേ. അങ്ങനെ പല സമയത്തും നമ്മൾ പല ഗ്രൂപ്പ് ഉണ്ടായി പോവും. അതിന് നമുക്കൊന്ന് ഗ്രൂപ്പാണോ ഗ്രൂപ്പിസം കളിക്കണോ ഒന്നും ഇല്ല. ഇപ്പൊ എൻ്റെ ഒരു എത്ര പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ട് അകത്ത്, അക്ബർ എന്ന് പറഞ്ഞിട്ട്. അക്ബർ ഞാനും നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ്. പക്ഷേ അക്ബർ എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ അതിൽ ഇടപെടാറില്ല. ബിക്കോസ് അത് അക്ബറിന്റെ സ്റ്റാൻഡാണ്. അങ്ങനെ എല്ലാവർക്കും വേറെ വേറെ നിലപാടുണ്ട് ആ വീട്ടിൽ. അതിൽ ആ സ്റ്റാൻഡിൽ അവർ ഇരിക്കണം എപ്പോഴും. കൂടി വരുമ്പോഴാണ് ഗ്രൂപ്പ് ആവണത്. ഞാൻ ഈ വീട്ടിലെ ഗെയിം ഗ്രൂപ്പ് എന്ന് പറഞ്ഞ വ്യക്തി എനിക്ക് ആകെ ഉണ്ടായത് ജിസയിലാണ്. അതിൽ നിങ്ങളോട് ഞാൻ കള്ളം പറയില്ല. വിത്ത് ഹർ ഐ ഫെൽറ്റ് ഓക്കെ, ഷീ ഈസ് വിത്ത് മീ. എന്റെ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യാറുണ്ടായിരുന്നു ഈ വീട്ടിൽ. അതല്ലാത്ത ഞാൻ ഈ വീട്ടിൽ അങ്ങനെ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഞാൻ ഇൻഡിവിജ്വൽ തന്നെയാണ് കളിച്ചിരിക്കുന്നത്. ഓക്കെ, ആര്യൻ, 8 പേർ ഇപ്പോൾ ആ വീട്ടിൽ ബിഗ് ബോസ് ഹൗസിൽ ബാക്കിയുണ്ട്. എന്ത് തോന്നുന്നു? ആര് കപ്പടിക്കും? ആരുടൻ പുറത്തു പോകും? അയ്യോ, എൻ്റെ അഭിപ്രായം കേട്ടിട്ട് അയാൾ കപ്പ് അങ്ങനെ അടിക്കണ്ട. ഞാൻ ആരായത് പറയാൻ? എല്ലാവരും എഫേർട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ടു ബി ഓണസ്റ്റ്, ഞാൻ ഫീൽ ചെയ്തത് ഞാൻ കപ്പടിക്കും. അത്ര ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത്ര ഞാൻ എന്നെ ബാക്ക് ചെയ്തിരുന്നു ആ വീട്ടിൽ. എന്ത് ഇഞ്ചുറി വന്നാലും പറഞ്ഞ പോലെ ആ 5 മണിക്കൂർ 6 മണിക്കൂർ ആ പിടിക്കുന്ന ടാസ്ക് വന്നാലും അത്ര എഫേർട്ട് കൊടുത്തൊരു ആളായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ എന്നെ തന്നെ എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ എനിക്ക് ജയിക്കാൻ പറ്റിയില്ല. ഞാനവിടെ ഐ ലോസ്റ്റ്, ബട്ട് ഐ വൺ ഹാർട്ട്സ് ഓഫ് എവറി വൺ ഇൻ കേരള. ഇപ്പോൾ ഞാൻ ഈ റോഡിൽ പോകുമ്പോൾ അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് വന്നപ്പോൾ പിന്നെ ലാലേട്ടൻ വന്ന് എന്നെ ഹഗ് ചെയ്ത് പറഞ്ഞു, മോനെ എന്ത് പറ്റി, യു പ്ലേഡ് വെരി വെൽ. അതാണ് എൻ്റെ വിജയം. ദാറ്റ്സ് വെർ ഐ വൺ. ഇപ്പോൾ ആര് ജയിക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ ഐ ഹാവ് നോ ക്ലൂ. ബിക്കോസ് എൻ്റെ പ്രഡിക്ഷൻ തന്നെ ഞാൻ റോങ് ആയിപ്പോയി. ഞാൻ തന്നെ ജയിച്ചില്ല. സോ അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഇഫ് യു വോണ്ട് മീ ടു ഗിവ് ഈ പറഞ്ഞ പോലെ ഒരു പേഴ്സൺ ഹു ഐ തിങ്ക് വുഡ് വിൻ, എൻ്റെ അഭിപ്രായത്തിൽ ഈ കപ്പ് ജയിക്കാൻ ഇത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. So I would be very smart when I say this. I feel the cup should be won by Akbar. Big Boss, because Big Boss അല്ല, പക്ഷേ ഞാൻ തന്നെ ബിഗ് ബോസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഷോയിൽ അക്ബർ ജയിക്കുന്ന പറഞ്ഞാൽ അക്ബർ സംസാരത്തിൽ അടിപൊളിയാണ്. പിന്നെ ടാസ്ക് വന്നാലും അക്ബർ, ഞാൻ ഫസ്റ്റ് ആയ സമയത്ത് എപ്പോഴും 2nd 3rd പൊസിഷനിൽ അക്ബറാണ്. അപ്പോൾ ടാസ്ക് ആയാലും സംസാരമായാലും പിന്നെ എപ്പോഴും ആൾക്കാർ അവനെ ഒറ്റയ്ക്ക് സൈഡാക്കാൻ നോക്കും. അപ്പോൾ അതിനകത്തും അവൻ ഹി വിൻസ് ഫ്രം ദെയർ ആൻഡ് കംസ് അപ്പ്. സോ ഐ ഫീൽ അക്ബർ ഷുഡ് വിൻ ഈ പറഞ്ഞ പോലെ ദിസ് ഷോ. അത് അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഒരു കഴിവ് മാത്രം നോക്കാതൊരു ഒരു വിന്നർ ആണെങ്കിൽ ഐ തിങ്ക് ഈ പറഞ്ഞ പോലെ നല്ല PR സപ്പോർട്ടിലും നല്ല ഡ്രാമയിലും അനുമോൾ ക്യാൻ ഓൾസോ വിൻ. ബിക്കോസ് ഷീ ഈസ് ഓൾസോ വെരി ആക്റ്റീവ് ഇൻ ദ ഹൗസ്. പിന്നെ അനീഷേട്ടൻ, ഈ 3 പേരാണ് എൻ്റെ ഈ പറഞ്ഞ പോലെ ഐ ഫീൽ വുഡ് വിൻ ദ ഷോ. ഓക്കെ, ഒരൊറ്റ കാര്യം കൂടി ആര്യൻ ഒറ്റ വാക്കിൽ ഉത്തരം പറയണം. ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഫെയർ ആണോ? എനിക്ക് ആ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല, സോറി. ഇപ്പോൾ കാര്യങ്ങളൊക്കെ അവിടെ ഫെയർ ആയിട്ട് പോകുന്നു എന്ന് കരുതുന്നുണ്ടോ? ഞാൻ സത്യം പറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ 1-2 എപ്പിസോഡ് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആസ് ഓഫ് നൗ ഐ ഫീൽ എല്ലാം ഓക്കെ ആയി പോകുന്നുണ്ട്. ഞാനുള്ള സമയത്തും ഫെയർ ഒക്കെ ആയിരുന്നു. പക്ഷെ എവിക്ഷൻ എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഡെലിക്കറ്റ് ആണ്. അപ്പൊ ഞാനും ഷോയുടെ അകത്ത് നിന്നപ്പോൾ കുറെ ഇങ്ങനെ ഈ ടാസ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ബിഗ് ബോസ്, അതൊക്കെ നമ്മുടെ സ്വാഭാവികം ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്, എന്താണ് ബിഗ് ബോസ്. പക്ഷെ അതല്ലാത്ത എല്ലാം ആ വീട്ടിൽ ഏഷ്യനെറ്റ് വഴിയും എൻ്റെ മോൾ ഷൈൻ വഴി പ്രൊഡക്ഷൻ വഴി എല്ലാവരും ഫെയർ തന്നെയാണ് കളിച്ചിരിക്കുന്നത്. ദേ ഹാവ് ഡൺ ദെയർ ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ ആര്യൻ, ഒരുപാട് സന്തോഷം ന്യൂസ് 18-ൽ അതിഥിയായി എത്തിയതിന്, ബിഗ് ബോസിലെ വിശേഷങ്ങൾ പറഞ്ഞതിനൊപ്പം ആര്യന് എല്ലാവിധ ആശംസകളും. ആര്യൻ്റെ സ്വപ്നം സിനിമയാണെന്ന് എനിക്കറിയാം. ആ സിനിമാ സ്വപ്നങ്ങൾ വളരെ വേഗം പൂവണിയട്ടെ. മലയാളികളുടെ ബിഗ് സ്ക്രീനിൽ ഞങ്ങൾക്ക് ആര്യനെ കാണാൻ സാധിക്കട്ടെ. ഹൃദയം നിറഞ്ഞ ആശംസകൾ. താങ്ക് യു സോ മച്ച്. Thank you so much. It was a pleasure being here. Thanks a lot. ശരി.